തമിഴ്നാട്ടിൽ അണ്ണാ DMKയുമായി സഖ്യം ചേരുന്നതിന് തയ്യാറാക്കിയ ധാരണയാണ് BJP സംസ്ഥാന അധ്യക്ഷ പദവി കെ അണ്ണാമലയ്ക്ക് നഷ്ടപ്പെടാൻ കാരണം. തമിഴകം അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ കളം നിറയാൻ ശ്രമിക്കുകയാണ് ഇവിടെ BJP. തുടർന്നാണ് അണ്ണാ DMKയുമായി സഖ്യം ചേരാൻ ഈ വിട്ടുവീഴ്ച ചെയ്തത്. സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ അണ്ണാമലയ്ക്ക് വലിയ ഓഫർ BJP കേന്ദ്ര നേതൃത്വം നൽകി എന്നായിരുന്നു വാർത്തകൾ. കേന്ദ്രമന്ത്രി പദം ലഭിച്ചേക്കും, ആന്ധ്രയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലഭിച്ചേക്കും എന്നിവയായിരുന്നു ആ പ്രചരണം. എന്നാൽ ആന്ധ്രയിലെ വാതിൽ അടഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയായി BJP കണ്ടെത്തിയത് RSS നേതാവിനെയാണ്. പക വെങ്കട്ട സത്യനാരായണയാണ് ആന്ധ്രയിൽ നിന്ന് BJP ടിക്കറ്റിൽ രാജ്യസഭയിലേക്ക് മത്സരിക്കുക. OBC വിഭാഗമായ ഗൗട്ടിൽപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. ചെറുപ്പം മുതൽ RSSലെ അംഗമാണ്. BJP ടിക്കറ്റിൽ നേരത്തെ പലതവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഇദ്ദേഹം രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്ന് BJP വൃത്തങ്ങൾ പറഞ്ഞു. BJPയുടെ ആന്ധ്രയിലെ പ്രധാന മുഖങ്ങളിലൊന്നാണ് സത്യനാരായണ. പിന്നോക്ക വിഭാഗത്തെ പാർട്ടിയുമായി അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കുന്നത്. ആന്ധ്രയിൽ വേരോട്ടം ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ് BJP. ഗൗഡ സമുദായാംഗങ്ങൾ സാധാരണ കള്ളച്ചെത്ത് ജോലിയാണ് ചെയ്യാറ്. അടുത്ത കാലത്തായി ആന്ധ്ര തെലങ്കാന രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്ന സമുദായം കൂടിയാണ് ഇവർ. സർക്കാർ ഉദ്യോഗം രാജിവെച്ച് BJPയിൽ ചേർന്ന വ്യക്തിയാണ് കെ അണ്ണാമലൈ. എന്നാൽ അണ്ണാ DMK BJP ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാൻ കാരണം അണ്ണാമലയുടെ വാശിയാണ് എന്നും വാർത്തകളുണ്ടായിരുന്നു. 2023 BJPയുമായുള്ള സഖ്യം വിട്ട അണ്ണാ DMKയെ വീണ്ടും NDAയിൽ എത്തിക്കാൻ BJP കേന്ദ്ര നേതൃത്വം താൽപര്യപ്പെട്ടതോടെയാണ് തമിഴ്നാട് BJPയിൽ സ്ഥാന ചലനമുണ്ടായത്. അണ്ണാ DMK അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമിയും കെ അണ്ണാമലയും ഗൗഡർ സമുദായക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവുമുണ്ട്. അണ്ണാമലയുമായി ഒത്തുപോകില്ല എന്ന് പളനിസ്വാമി പറഞ്ഞിരുന്നു. തുടർന്നാണ് അണ്ണാമലയെ നീക്കാൻ BJP തീരുമാനിച്ചത്. നയിനാർ നാഗേന്ദ്രനാണ് BJPയുടെ പുതിയ തമിഴ്നാട് പ്രസിഡന്റ്. അണ്ണാമലൈ രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്നായിരുന്നു പിന്നീട് വന്ന വാർത്ത. ആന്ധ്രയിൽ ഒഴിവ് വരുന്ന സീറ്റിൽ മത്സരിക്കുമെന്നായിരുന്നു പ്രചരണം. YSR കോൺഗ്രസ് പാർട്ടി നേതാവ് V വിജയസായി റെഡ്ഡി ഒഴിഞ്ഞതിനെ തുടർന്നാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മെയ് 9-നാണ് തിരഞ്ഞെടുപ്പ്. മറ്റൊരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കില്ല എന്നാണ് വിവരം. 1976-ൽ 15-ാം വയസ്സിലാണ് സത്യനാരായണ RSSൽ ചേർന്നത്. ABVPയിൽ സജീവമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. ആന്ധ്രയിലെ DNA കോളേജിലായിരുന്നു പഠനം. 1980-ൽ ഔദ്യോഗികമായി BJPയിൽ അംഗത്വമെടുത്തു. പിന്നീട് പാർട്ടിയിലെ പല പദവികളും വഹിച്ചു. 1996-ൽ നരസാപൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും 4-ാം സ്ഥാനമാണ് അന്ന് ലഭിച്ചത്. 1% താഴെ വോട്ട് മാത്രം നേടിയ അദ്ദേഹം ദയനീയമായി തോറ്റു. 2006-ൽ MLC തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും വീണ്ടും തോറ്റു. BJP കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് സത്യനാരായണ. BJPക്ക് താരതമ്യേന സാന്നിധ്യം കുറവാണ് ആന്ധ്രയിൽ. സത്യനാരായണയെ രാജ്യസഭയിലേക്ക് എത്തിക്കുന്നതിലൂടെ ആന്ധ്രയിലും തെലങ്കാനയിലും ഗൗഡ സമുദായത്തെ കൂടെ നിർത്താമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി.